മോർണിംഗ്. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഞാൻ മൈക്ക് വെക്കുന്ന കാര്യം പലപ്പോഴും അങ്ങ് മറന്നു പോകും. ഈ സാധനം ഇപ്പോഴല്ലേ വന്നതേ. നേരത്തെയൊക്കെ ഞാനിങ്ങനെ വലുതായിട്ട് സംസാരിച്ചിട്ടല്ലേ നിങ്ങൾക്ക് കേൾക്കുന്നത്. അപ്പോൾ അണ്ണ എന്നോട് തന്നെ നീ ഇത് ഇരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മ വേണം. അപ്പം ഇതൊക്കെ സംസാരിക്കണമെന്നേ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തോന്നും. പക്ഷെ ഞാൻ മറന്നു പോകുന്നേ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണമുണ്ട്. അണ്ണൻ്റെ ചിന്നമ്മയുടെ മോൻ്റെ, അതായത് അണ്ണൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ്റെ കല്യാണം. അപ്പം നമ്മൾ വൈകുന്നേരം എന്തെങ്കിലും ഒരുങ്ങി മൈലാഞ്ചി ഇടൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ, അതിന് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം ഞാൻ സാധാരണ എവിടെയെങ്കിലും പോയി ഷോർട്സ് എടുക്കും, അങ്ങനെയുള്ളായിരുന്നു. അപ്പം അണ്ണൻ്റെ ചിന്നമ്മ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ സലീം മോളെ വീഡിയോ ഒക്കെ എടുത്തോണേ, നമുക്ക് പ്രത്യേകിച്ച് വീഡിയോഗ്രാഫറൊന്നുമില്ല, നീ എടുക്കുന്ന വീഡിയോ ആണോ ഒരു ഓർമ്മയായിട്ട് കിടക്കുന്നതെന്ന്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ, അപ്പം അവർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതുകൊണ്ട് വീഡിയോ എടുക്കാം. അപ്പം എന്താ പറയുന്നത്, കുറേ അപ്പം ആയില്ലേ മോനുകുട്ടാ വാ. അപ്പം നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീട്ടിൽ നിന്ന് ജോലിക്കാരുണ്ട്. അല്ല, എന്നും എപ്പോഴും ജോലിക്കാരുണ്ട്. അപ്പോൾ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അണ്ണൻ എന്തേ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കാൻ പോയപ്പം ഞാൻ ഇൻട്രോ പറഞ്ഞതാണ്. അപ്പം നമ്മൾ കാര്യറയിലാണ് വന്നത്. ഇനി എൻ്റെ അമ്മായും പൊക്കി, എൻ്റെ അമ്മായി പൊക്കിയതേ കാറി ഇരുത്തിയിട്ടുണ്ട്. ഇനി അണ്ണൻ്റെ അമ്മായും രണ്ടും ഒരേ നാട്ടിലാണ്. അല്ലെങ്കിൽ അണ്ണൻ്റെ അമ്മായെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ നേരെ പോവും, അഞ്ചൽ പോവും. അഞ്ചൽ അവിടുന്ന് പിന്നെ ഏത് സ്ഥലമാണ് പെണ്ണിൻ്റെ വീടെന്ന് എനിക്കറിയത്തില്ല. പെണ്ണിൻ്റെ നാട്ടിലാണല്ലോ മൈലാഞ്ചി ഇടൽ കല്യാണമൊക്കെ, അപ്പോൾ അവിടെ പോകണം. അപ്പോൾ മോനുകുട്ടൻ ഇതാണ്ട് മതിലി ഓടി ഓടി വരുന്നു. അപ്പം നമുക്ക് ഇനി കൈ അടിക്കുന്ന മൊത്തം ഈ വീട് കാണണോ, കാണിക്കാം അല്ലേ, വാ. ഇതേ നമ്മുടെ വീട്. അൽഹംദുലില്ലാ, ലവേ പിന്നെ ഇത്രയായി. അവിടെ കൂലങ്കർഷമായ ചർച്ചകൾ നടക്കുന്നു. എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ആ സ്റ്റെപ്പിന് അങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ നമ്മുടെ മേളത്തെ നിലയുടെ ഇത് തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ബീം വരുമായിരുന്നു. നമ്മൾ വാർത്ത സമയത്ത് ബീം വരുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിലൂടെ കയറുമ്പം നല്ല ഹൈറ്റുള്ള ഒരാൾക്കാണെങ്കിൽ തല കുറച്ച് മുട്ടും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എങ്കിൽ അല്ല, നമ്മളെ അന്ന് പണിഞ്ഞ മേശരി തന്നെ പറഞ്ഞു നമുക്കൊരു കാര്യം ബീം താഴെ കൊടുക്കണ്ട, മേളിൽ കട്ട് ഇങ്ങനെ നല്ല ഇതായിട്ട് പരത്തി ചെയ്യുമല്ലോ, എനിക്ക് പറഞ്ഞു തരാറില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. ബീം ഞങ്ങളിങ്ങനെ ഫ്ലാറ്റായിട്ട് ചെയ്തേക്കുവാണ്. അപ്പം ഇപ്പം അവിടെ ഈ അതിനോട് മുട്ടിച്ച് ഈ സംഭവം വരുമ്പോൾ ഈ ഇൻറ്റീരിയർ വരുമ്പോൾ കുറച്ചുകൂടെ താഴുമ്പോൾ അണ്ണൻ്റെ തലേന്ന് ഇത്രേ ഉള്ളൂ. ഇച്ചിരി ഹൈറ്റുള്ള ആൾ വന്നാൽ ബുദ്ധിമുട്ടല്ലേ, അത് വല്ല വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അണ്ണൻ ആ ഒരു വർക്കിൻ്റെ ഇതങ്ങ് മാറ്റുന്നു, വേറെ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. മാറ്റുന്നത് പൊന്നൂസും മോനൂട്ടനും നടക്കുന്നു. അണ്ണനാണെങ്കിൽ കല്യാണത്തിനുള്ള ടെൻഷൻ, നമ്മളെ കാരണം ഇനി അവർ മൈലാഞ്ചിടലിൽ പോകാൻ താമസിക്കും. അണ്ണൻ അതിൻ്റെ എന്തെങ്കിലും ശരിയാക്കുന്നു. ഞാൻ കറിക്കരി ഇരിക്കട്ടെ, കൈ അടിക്കുന്നു മുത്തോടി. പൊന്നു മോനൂട്ടാവാ, നമ്മ ഇന്ന് വരുന്നില്ലല്ലോ, തിരിച്ചവിടെ കിടക്കുമല്ലേ, അതുകൊണ്ടാ. ഇതിലെ കൂടെ വെച്ചാൽ മതിയായിരുന്നല്ലോ. ആ ഇരുന്നോണ്ട് ഇരിക്കുമ്പോ ഇരുന്ന് വെക്കാം. ആ പൊന്നോടുത്ത് വെച്ച് കറക്റ്റ് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഫൈനലി നമ്മളുടെ കല്യാണ വീട്ടിലെത്തി. കല്യാണ വീട്ടിലോട്ട് പോവാ. മോനൂട്ടൻ അതിന്റെ ഒരു മത്തുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. മോനിട്ട് ഉറങ്ങിയിട്ട് എണ്ണീറ്റോണ്ട് അവനെ ഉറങ്ങിയിട്ട് എണ്ണീറ്റ് നിർത്തിയപ്പോ തന്നെ അവൻ തറയിലോട്ട് വീണ കേട്ടോ. അതുകൊണ്ട് അമ്മ പിടിച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് നേരെ കല്യാണ വീട്ടിലോട്ട് പോവാ. ചെക്കൻ ഉസ്താദാണ് കേട്ടോ ഫ്രണ്ട്സ്, അതുകൊണ്ട് വന്നില്ല. ഇതാണ് കല്യാണ വീട്, നമുക്ക് കയറി അകത്തോട്ട് പോവാം. ഫുൾ ഉസ്താക്കന്മാരാണ്. നമുക്ക് കല്യാണ പെണ്ണെ കണ്ടിട്ട് പുറത്തോട്ടങ്ങ് ഇറങ്ങാം. നല്ല അണ്ണൻ ഫോട്ടോ എടുക്കണം. അമ്മയും കൂടെ വന്നില്ലേ? ഇറങ്ങു പൊന്നെ, അങ്ങ് ഇറങ്ങിക്കോ.
അങ്ങോട്ട് ഇറങ്ങിക്കോ മോനെ. വെള്ളം കുടിച്ചു. പൊന്നു വെള്ളം വേണോ? വേണ്ട വേണ്ട. ആണോ? സുഖമായിട്ടിരിക്കുന്നടാ. ആ അണ്ണന്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാ കല്യാണം കഴിക്കുന്നത്. الهدى مصطفى شرف البصير هدى شمس الهدى مصطفى شرف البصير هدى لولا شريف الكلام تاجتنا تبني ഇലയൊക്കെ പറന്നു പോകുന്നു. അമ്മോട് പോയിട്ട് അമ്മയുടെ മടിയിരുന്നോ? ഉണങ്ങിയുള്ളതാണ് നിന്റെ തോന്നൽ. നല്ല വണ്ണം വെച്ചിരിക്കും. അവയെല്ലാം ചെയ്യും നമ്മള്. മോനോട്ട് ഹെൽത്തി ഫുഡ് കൊടുക്കും. മതിയോ? മോനോട്ട് തന്നെ വേറെ മുട്ടായിലാണ്. പിന്നെ മുട്ടായി നാളെ എന്തോ ലഹങ്കയാണോ? ഗൗണാണോ നാളെ? വെല്ലസങ്ങി ഒരു കല്യാണല്ലേ ഉള്ളു. വെല്ലസാണ് മുത്തേ. അവള് കറിയുടെ ആളാ. മോനോട്ടാ പൊറോട്ട വേണോ ഇനി? മതിയോ? ഇത് മൊത്തം കഴിക്കണം. മോനോട്ട് കാറി ഇരുന്ന മുറുക്ക് മൊത്തം തിന്നാ ടൊമാറ്റോ ഫ്ലേവറുള്ള. എന്നിട്ട് കിടന്ന് ഉറക്കുമായിരുന്നു. ഇനി വേണേ പറയണേ. ദേ നമ്മൾ തിരിച്ച് നമ്മുടെ അണ്ണൻ്റെ ചിന്നമ്മയുടെ വീട്ടിൽ വന്നു കേട്ടോ, ആയൂര്. അപ്പോൾ ഇവിടെ പുതിയ ചെക്കൻ നിൽക്കുകയാണ് കേട്ടോ ഉസ്താദ്. പുതിയ ചെക്കനും അമ്മായും ഇവിടുത്തെ അത്തായും മൈലാഞ്ചിടൽ ചടങ്ങിന് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവരിവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് നേരം അവരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അണ്ണൻ്റെ അക്കായും അമ്മായും എല്ലാവരും വന്നു. കൂടെ എൻ്റെ അമ്മ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് നമ്മളവിടെ കുറേ നേരം റൂമിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ആ സമയത്ത് തന്നെ ബസ്സിലുള്ള ആൾക്കാരും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. മുത്തുമണീസ്. അപ്പം ഞങ്ങള് ഒരുക്കം തുടങ്ങിട്ടോ. അണ്ണൻ കാറിലോട്ട് പോയി കേട്ടോ. അപ്പൊ പേനയാ അങ്ങ് കൊണ്ടുപോയി കണ്ണാ. കണ്ട ഞാൻ ഒരു ഇത്തിരി മോനോട്ടൻ്റെ അടുത്ത് ഒരുങ്ങാൻ പറഞ്ഞതാണ്. മൊത്തം ഫൗണ്ടേഷനൊക്കെ വാരി തേച്ച് ഇങ്ങക്ക് ആ കണ്ണാ ഒന്ന്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളെ ഇന്നലെ അത്തമായ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്നലെ അത്തമായ വീഡിയോയിൽ കണ്ടതിന്റെ കൂട്ട് തന്നെ അത്താക്കും അതുപോലത്തെ കൂട്ട് മറുകുണ്ട് കേട്ടോ. പിന്നെ ഷീജാമ്മയുടെ ഇവിടെ ഒരു മറുകിന്റെ കൂട്ട് തന്നെ ഇവിടെ ഒരു ചെറിയ മറുകുണ്ട് കേട്ടോ. അവന് മറുകുണ്ടെന്ന് പറയുമ്പോ ഇല്ല എനിക്ക് മറുകില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുവാണ് കേട്ടോ. അവന്റെ സ്ഥിരം ജോലി അത് തന്നെ. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു വെയിലോ വെട്ടവോ ഒന്നും ഇല്ലാത്തൊരു ദിവസം കേട്ടോ. 9 മണിയായിട്ടും അങ്ങോട്ട് ഒരു നേരം വെളുത്തെന്നുള്ളൊരു ഫീലില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഒരുങ്ങി. അണ്ണൻ പറഞ്ഞ് ഞാൻ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുങ്ങി റെഡി ആയിരിക്കണം. ഞാൻ വേണ്ടല്ലോ ഒരുങ്ങാനുണ്ട്. പൊന്നു നമുക്ക് ഇവിടെ വെച്ച് കെട്ടാം. പൊന്നൂരാണെങ്കിൽ കെട്ടുന്നതാണ് രസം. അതുമല്ല അമ്മായി മുടി കെട്ടി വെക്കുക. എന്താണെന്ന് വെച്ചാലേ നമ്മൾ പിന്നെ കല്യാണം അവിടെ ഓഡിറ്റോറിയത്തിലൊക്കെ ഒരുപാട് ആൾക്കാരും ചൂടും ബഹളമൊക്കെ ആയിരിക്കുമേ. അന്നേരം നമുക്ക് ഇറിറ്റേഷൻ അടിക്കും. നോക്കൂട്ടാ അവിടെ വെയ് പൊന്നു മോനെ കയ്യിലെല്ലാം ആക്കും. ഈ പൊന്നൂസിന്റെ മുടിയിൽ താഴെ ഭാഗം ഇങ്ങനെ കേള് ഇതുപോലെ കിടക്കും കേട്ടോ.
നല്ല രസമാണ്. പക്ഷെ അത് ഉണങ്ങിയിരുന്നാലേ മുടി നല്ല ഉണങ്ങിയിരുന്നാൽ കാണാൻ രസമാണ്, അല്ലെങ്കിൽ കൊള്ളൂല. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഷാജാന്റെ അമ്മ അവിടെ, അമ്മയുടെ അനീത്തിയല്ലേ, അനീത്തിയുടെ മോൻ്റെ, അപ്പം അണ്ണൻ്റെ അമ്മ അവിടെ അങ്ങ് ഇറങ്ങി കേട്ടോ. അവിടെ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് നേരെ അഞ്ചല് അണ്ണൻ്റെ ചിന്നമ്മയുടെ വീട്ടിൽ വന്നു രാത്രി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ട് രാത്രിയാണ് വന്നല്ലോ ചിന്നമ്മയുടെ വീട് ആയൂര്. അപ്പോ അഞ്ചൽ ആയൂര് എന്തല്ലേ നമ്മൾ പറയുന്നത്, എങ്ങനെ തെറ്റിപ്പോഴാ. പിന്നെ അണ്ണന്റെ അമ്മ അവിടെ ഇറങ്ങി, അമ്മയൊക്കെ അതുകൊണ്ട് അവരുടെ ചെക്കൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്ന് അങ്ങ് പൊക്കോളും, നമ്മളങ്ങ് ചെന്നാ മതി. നമ്മൾ ഈ ചെല്ലാനല്ലേ പാടും. ആ സിമ്പിളൊന്നും അല്ല കേട്ടോ ഫ്രണ്ട്സ്. ഇന്നലെ ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് അടുത്തെത്താറായി. അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങള് ലുലുമാളി പോയിട്ടേ വരൂ. അയ്യോ ചുമ്മാതാ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ വന്നിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അടുക്കള കാണലിനൊക്കെ വരില്ലേ, അതിനൊക്കെ കയറാൻ നിൽക്കണ്ടേ. ലുലുമാളി കയറിയിരുന്ന അങ്ങനെ അത് പറയാനും നന്നായി, അത്ത വഴക്കും പറയും. ഓ നിക്ക് പോനോ നോക്കട്ടെ. ചരടോ? ആ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ഹിറ്റ്ലർ മാധവൻകുട്ടി വന്നു, ഞങ്ങൾ ഇറങ്ങി ഫ്രണ്ട്സ്. മോനുകൂടെ നാട്ടെ ഫ്രണ്ടിൽ കയറി സീറ്റ് ഉറച്ച്. അമ്മ വിളിക്കുന്ന തന്ത വൈബ്. ഞാൻ ചില സമയത്ത് പറയാം അണ്ണന് ഭയങ്കര തന്ത വൈബാണ്. അപ്പം നിങ്ങൾ പോവുകയാണ് ഫ്രണ്ട്സ്. കണ്ട തലയിട്ട് ആട്ടുന്നു. മോൻകുട്ടെ കാലൊക്കെ എടുത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടോ? ആ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കല്യാണ വീട്ടിൽ ചെന്നിട്ട് കാണാം മുത്തുമണീസ്. നമുക്ക് പോവാം. നല്ല ഇറച്ചിക്കറിയുടെ മണം അണ്ണേ അടിച്ചെറിയുന്നുണ്ട് തൊട്ടിപ്പുറത്ത്. അവിടെയൊക്കെ ഭയങ്കര തിരക്കുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഇങ്ങ് വന്ന് ഒരു ഗുദാമിലിങ്ങ് എത്തി. ഏതാ അണ്ണ? യോ അതെടുത്തില്ല അണ്ണേ, ഞാൻ ഇരുന്ന സീറ്റിന്റെ ബാക്കിൽ ഉറയിലുണ്ട്, എടുത്തേരെ. എനിക്ക് എന്തൊരു കഷ്ടം. ഞാൻ പറഞ്ഞ എൻ്റെ മക്കളുടെ കൂടെ ഞാൻ 2 ഫോട്ടോ എടുത്തില്ലല്ലോന്ന്. അപ്പൊ നാണ്ടാ ആ കുരുട്ട് പറയാന്നേ, അയ്യോ ഞങ്ങള് പോവാന്നേന്ന്. അവന് ഫോട്ടോ എടുക്കാൻ നിൽക്കാനൊക്കെ ഭയങ്കര. ഈ 2 എണ്ണം ഒരേ ഇഷ്ടങ്ങളാട്ടോ. ഞാൻ അതെന്റെ സുന്ദരിയാ. എന്തുകൂടി ഇങ്ങനെ സംസാരിക്കുന്ന മോന് സംസാരിക്കണം. ഞാൻ മിണ്ടത്തില്ല, ഇങ്ങനെ സംസാരിക്കുന്നു. ഈ ഫ്രൂട്ട് അല്ലേ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നേ? ആത്തിക്കയുടെ അകത്തുള്ള ഫ്രൂട്ട് കൂട്ട് തന്നെ ഞാൻ പറഞ്ഞ കൊക്കോളയുടെ ഫ്രൂട്ട്. അണ്ണന് വെള്ളം എന്തുവാ എന്നാ ഇത് കൂടി മൊത്തം കൂടി. ഓ താങ്ക് യു. കഴിച്ചോ? വന്ന ജോലി നോക്കാം, പെണ്ണിനെയും ചെറുക്കനൊക്കെ കാണാൻ. അങ്ങനെ ദേ നമ്മുടെ ഉസ്താദ് അനിയൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ദേ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. സത്യം പറഞ്ഞാൽ ഇതൊരു ഓർമ്മയാണല്ലോ, കൂടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അവരും കാലാകാലം ആൽബമൊക്കെ നോക്കുമ്പോൾ നമ്മളെയും കാണും, നമ്മുടെ ആൽബത്തിലും ഇങ്ങനെ നോക്കുമ്പോൾ പല ആൾക്കാരെയും കാണും. മക്കളത് ഇളക്കല്ലേ പോന്നെ, നമ്മുടെ തഗ് ഗേൾ അല്ലൊക്കെ പറ, ചുമ്മാ നിൽക്കാതെ ഈശപ്പെടാതെ. ഞാൻ എൻ്റെ നിങ്ങളുടെ അക്കാടെ മോനെ കാരണം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വരാം. അണ്ണേ അയ്യോ മോനെ അത്തായി വിളിച്ചോണ്ട് പോവാ. അണ്ണ അപ്പുറത്ത് നോക്കോ, മോനെ കൊണ്ട് അത്താഴത്ത് പോ. എടി ഇവിടെ വാടി. എടി ചിരിച്ചു പൊന്നെ, ചിരിച്ചോ. അതല്ല ഫോട്ടോ എടുക്കാൻ നേരം ഇങ്ങനെ കാണിച്ചു. താങ്ക് യു പറ, അക്കാക്ക് താങ്ക് യു പറ.
അത്തമായ തിരക്കുന്നത്. അത്തമ്മ എന്തേ പറഞ്ഞ പോലെ? അത്തമ്മ എവിടെ കണ്ടുണ്ട്. ബാ നമുക്ക് അത്തമായ തിരക്കാം. അയ്യോ കടയോ? ഫോട്ടോസ് എടുത്താലും തീരൂലല്ലോ. പിന്നെ അണ്ണൻ്റെ അനിയന്മാരും ചേട്ടന്മാരും അവരെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ പോയി. അപ്പോഴത്തേക്കും ഞാൻ ക്യാമറ മാനിയായി മോനുക്കുട്ടനോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ മോനുകുട്ടന് വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഫോണിൽ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ തളർച്ചയും ക്ഷീണമായിരുന്നു. പിന്നെ പൊന്നൂർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ. പൊന്നു പോയി നിന്ന് കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും കഴിക്കാൻ പോവാന്നോ? എന്നാ വാ അണ്ണേ നമുക്ക് കഴിക്കാൻ പോവാം. ബിരിയാണി കഴിക്കാം. ചോറ് അണ്ണന് പപ്പടം കിട്ടി. നമ്മള് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അയ്യോ അക്ക അച്ചാറതാക്ക. നമ്മള് പൊന്നിന്റെ ഈ മൈക്കുണ്ട് അവിടെ ഒന്ന് പറഞ്ഞു. സാലഡ് കുറച്ച് കഴിച്ചോ? സാലഡ് എന്നിട്ട് ഇന്നില്ല അമ്മ പറയാ എനിക്ക് വിശക്കുന്നു. നമ്മൾ സമയത്ത് കഴിക്കത്തില്ല. അടുത്തോടെ ഇരുന്ന് വാരി കഴിക്കും. ഐസ്ക്രീമിന് അടിയാണോ? അണ്ണേ അത്താക്ക് ഒരു ഐസ്ക്രീം എടുത്തോടെ. അണ്ണൻ്റെ അത്താക്ക് പൊന്നൂനോട് പറഞ്ഞ് ഞാൻ എടുത്തു കൊടുക്കാൻ. മോനോട്ട് നിൽക്കുന്ന നോക്ക്. പൊന്നു ആണ്ട് അത്തത്തായി കൊണ്ടുപോകും. അത്തത്തായിക്ക് ഓൾറെഡി അപ്പം കൊടുത്ത്. എന്നാലും കൊടുക്ക്. കൊട് അത്തായിക്ക് കൊട്. അത്ത കിടന്ന് ചുമക്കുകൊണ്ടേ നമ്മള്. സാധാരണ എനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ല അല്ലേ. എന്നാലും എനിക്കൊരാഗ്രഹമാണ്. ഇന്നപ്പിടി അന്നപ്പിടി. എല്ലാരും കഴിക്കുമ്പോ എങ്ങനെയാ വായിന്ന് വെള്ളം വരും. സത്യം പറഞ്ഞാൽ ഈ വിശേഷ ദിവസങ്ങളിലാണ് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നത്. നമ്മുടെ ബന്ധക്കാരെയും സ്വന്തക്കാരെയും ഒക്കെ. അല്ലാത്തപ്പോൾ എല്ലാവരും പല പല നാട്ടിൽ കിടക്കുകയല്ലേ, ദൂരവും ഒക്കെ. അത്തായും അമ്മേൻ്റെ രഹസ്യം പറയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാരെ കാണാൻ പറ്റി. കുറേ പേരോട് മിണ്ടി സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളിതേ ഈ കലവറയുടെ ആ സൈഡിലേക്ക് ഒതുങ്ങി കേട്ടോ. അണ്ണൻ്റെ അക്ക അമ്മ പിന്നെ ദേ അണ്ണൻ്റെ അനിയനുണ്ട്. അനിയനെ പൊന്നുസും മോണ്ടനും പുതിയ തരം കളികൾ പഠിപ്പിച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ പെണ്ണും ചെറുക്കനും ഒക്കെ കഴിക്കാൻ വന്നു. അപ്പോൾ ഇവർ കഴിച്ചിട്ട് ഇറങ്ങാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ രക്ഷയില്ല, ഇവരിങ്ങനെ പെതുക്കെ കഴിക്കല്ലേ. അപ്പോൾ അണ്ണൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, അത്തച്ചി അമ്മച്ചിയും കാണാമെന്ന്. അതായത് അമ്മയുടെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതിന് അണ്ണൻ്റെ അമ്മയുടെ അത്തായും അമ്മായിയാണ് കേട്ടോ, വാപ്പായും ഉമ്മായും. അങ്ങനെ അവരെ കാണാൻ വേണ്ടി ഇതേ ഞങ്ങളെല്ലാവരും കൂടി പോയി. എന്നിട്ട് പോകുന്ന വഴി ഈ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എൻ്റെ പുന്നി എന്തോ ഒരു ദാഹവും അതുപോലെ ഉറക്കവും വരും കേട്ടോ. അങ്ങനെ അതൊന്ന് മാറ്റാൻ വേണ്ടി ഇതേ എല്ലാവരും ഓരോ സോഡ നാരങ്ങ വെള്ളം കുടിച്ചു. എന്നിട്ട് അവിടെ നമ്മുടെ അമ്മച്ചിക്കും അത്തച്ചിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി സാധനങ്ങളും ഏത്തക്കായും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ പകുതി ജീവൻ വീണു. എന്നിട്ട് നമ്മൾ നേരെ ദേ അമ്മച്ചിയും അത്തായും കാണാൻ വേണ്ടി ഷാദാൻ്റെ കുടുംബ വീട്ടിൽ വന്നു. കല്യാണ ഫോട്ടോ വീഡിയോ എല്ലാം ഉണ്ട്. അമ്മച്ചിത്താക്ക് വയ്യാത്തത് കൊണ്ട് അമ്മച്ചിയും അത്തായും ഒന്നും കല്യാണത്തിന് വന്നില്ല കേട്ടോ. തീരെ വയ്യല്ലോ, ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യ. അപ്പോൾ കല്യാണത്തിൻ്റെ ബഹളത്തിനിടെ എങ്ങനെയാണ്, അതുകൊണ്ട് അവർ വന്നില്ലായിരുന്നു. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടല്ലേ വന്നേ. അവിടെ പൊറോട്ട ഉണ്ടായിരുന്നു, അരിപ്പത്തിരി ഉണ്ടായിരുന്നു, ബീഫ് കറി, നല്ല ഫുഡായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊക്കെ ഗുണമുണ്ട്. അമ്മച്ചി അത്തച്ചി എല്ലാം കല്യാണത്തിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ദേ നമ്മൾ കല്യാണത്തിൻ്റെ ബിരിയാണി എടുത്തുകൊണ്ടാണ് വന്നത്. അത് അത്താക്കും അമ്മാക്കും കൊടുത്തു. പൊന്നുസുമോണ്ടന് ഭയങ്കര കളിയാണ്. ചോറ് കഴിച്ചുകൊണ്ട് കഷ്ടം അമ്മച്ചി കരയായിരുന്നു. ഭയങ്കര സങ്കടമായിട്ടോ. കല്യാണത്തിന് പോകാൻ പറ്റാത്തതും ഒക്കെ ഓർത്ത് ചോറ് കഴിച്ചുകൊണ്ട് കരയായിരുന്നു. ആ സമയം അമ്മ ദേ കട്ടൻ ചായയും കൊണ്ടുവന്നു. സമയം വൈകുന്നേരം 3-3:30 ആയി. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നില്ലേ. പിന്നെ കട്ടൻ ചായയൊക്കെ കുടിച്ച് അമ്മച്ചിയും അണ്ണനും ഒക്കെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് നേരെ ചെക്കൻ്റെ പെണ്ണിൻ്റെയും വീട്ടിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കല്യാണ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നു. അടുക്കള കാണാൻ വന്നിട്ടോ. അടുക്കള കണ്ണ് ഇത് പെണ്ണിൻ്റെ വീട്ടുകാർ അടുക്കള കാണാൻ വരും, അതാണ് പ്രശ്നം. അപ്പം നമുക്ക് ചടങ്ങുകളിലേക്ക് പോവാം. അവിടെ നമ്മുടെ ബന്ധുക്കാരൊക്കെ വന്നിരുന്നു. ഇനി കുറച്ച് നേരം അവരുമായിട്ടൊക്കെ വർത്താനം വന്നിരിക്കാം. ഡ്രസ്സ് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. വന്നു കേട്ടോ, വീട്ടിൽ നിന്ന് ആൾ വന്നു. ഇതേ പൊന്നൂസും മൗണ്ടനും എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പഴം, അലുവ, അതുപോലെ വാട്ടർ മെലൻ എല്ലാം എടുത്ത് പൊന്നൂസും മൗണ്ടനും ഇങ്ങനെ ചാടി നിൽക്കുന്നുണ്ട്. ഞാൻ ആ സമയം അകത്ത് പോയി കുറച്ച് നേരം വിശ്രമിച്ചു കേട്ടോ.
വെയിലൊക്കെ കൊണ്ടതിൻ്റെ ഒരു ചെറിയ തലവേദന അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അടുക്കള കാണാൻ ആൾക്കാർ വന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങി നിന്ന് പൊന്നൂസിനെ കൊണ്ടുവരെയും അവിടുത്തെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കളിപ്പിച്ചു. എന്നിട്ട് ഇതേ പെണ്ണും ചെറുക്കനും ഇറങ്ങാൻ സമയമായി കേട്ടോ. അപ്പം നമ്മുടെ ചടങ്ങെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം രാത്രി പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ. അങ്ങനെ ദേ ചെക്കനും പെണ്ണും എല്ലാവർക്കും സലാമൊക്കെ കൊടുത്ത് ഇറങ്ങി. നാളെ ഇനി ഉച്ചയ്ക്ക് എല്ലാവരും പെണ്ണിൻ്റെ വീട്ടിൽ പോയി ചെക്കനും പെണ്ണിനും തിരിച്ച് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ പെണ്ണും ചെക്കനും ഇറങ്ങിയതിനെ കൂട്ടത്തിൽ തന്നെ നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മളും ഇങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം നമുക്കിനി പുനലൂർ വരെ ട്രാവൽ ചെയ്ത് വരണ്ടേ, അതുമല്ല അക്കായ ഇടമണ്ണ് കൊണ്ടാക്കണം. മൊത്തത്തിൽ സത്യം പറഞ്ഞ യാത്രയാണ്. അങ്ങനെ നമ്മുടെ ഉസ്താദ് അനിയൻ്റെ കല്യാണം കഴിഞ്ഞു. ഒത്തിരി സന്തോഷമായിട്ട് ഒരു സൈലൻറ്റ് കല്യാണമായിരുന്നു കേട്ടോ. നമ്മുടെ ഉസ്താദാണല്ലോ, അതുകൊണ്ട് ബഹളങ്ങളൊന്നും ഇല്ലാതെ സൈലൻ്റ് ഒരു കല്യാണമായിരുന്നു, സമാധാനമായിട്ടൊരു കല്യാണമായിരുന്നു. എന്തായാലും കല്യാണ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. മുത്തുമണി ഞാൻ വൈൻഡപ്പ് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി, എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓർത്തത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം കേട്ടോ. ടാറ്റാ.